KTDC മുൻ ചെയർമാൻ PK ശശിക്കായി സീറ്റ് ഒഴിച്ചിട്ട് UDF. DCC നിന്നുള്ള ലിസ്റ്റിൽ ഒറ്റപ്പാലം മണ്ഡലം ഒഴിവാക്കാൻ നിർദ്ദേശം. മലമ്പുഴയും ഒഴിച്ചിടാൻ നിർദ്ദേശമുണ്ട്. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ ശ്രീജിത്ത്. ഗുഡ് മോർണിംഗ് SKN. PK ശശി വരും UDFിന്റെ പക്ഷത്തേക്ക് എന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയായിരിക്കും ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇത്തരമൊരു നിർദ്ദേശം താഴേക്ക് DCC നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ നിന്നുള്ള ലിസ്റ്റിൽ, അതായത് പാലക്കാട് DCC നൽകുന്ന ലിസ്റ്റിൽ ഒരു കാരണവശാലും ഒറ്റപ്പാലം മലമ്പുഴ മണ്ഡലങ്ങൾ വേണ്ട എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന് കാരണമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ചില വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് മുൻകൂട്ടി തന്നെ സൂചിപ്പിച്ചിരുന്നു. പാലക്കാട് എത്തിയപ്പോൾ ആ ഒരു വിസ്മയത്തിന്റെ സൂചന എന്നോണം മലമ്പുഴയിലേക്ക് അല്ലെങ്കിൽ VS അച്യുതാനന്ദന്റെ പഴയ പ്രൈവറ്റ് സെക്രട്ടറിയായ A സുരേഷ് കോൺഗ്രസിലെത്തുന്ന അല്ലെങ്കിൽ UDF പക്ഷത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മലമ്പുഴ മണ്ഡലം ഇദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിടും. PK ശശിയും എത്തുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നത്. നേരത്തെ KPSTയുടെ വലിയ നേതാവൊക്കെ ആയിരുന്ന, ഇപ്പോൾ KPCയുടെ ജനറൽ സെക്രട്ടറിയായ P ഹരിഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. 10 വർഷമായി അദ്ദേഹത്തിന്റെ പേര് 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാനായില്ല. അദ്ദേഹത്തിന്റെ പേരായിരുന്നു അവിടെ പ്രധാനമായും പരിഗണിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഷൊർണൂർ സീറ്റ് നൽകി സമായപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. P ഹരിഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളും ആ ഒരു മേഖലയിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. എല്ലാ നേതാക്കളും, അഖിലേന്ത്യാ നേതാക്കളുമായി അടക്കം സംസ്ഥാന നേതാക്കളുമായി അടക്കമുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഹരിഗോവിന്ദൻ അവിടേക്ക് പോയിട്ടുള്ളത്. ഹരിഗോവിന്ദനെ അനുനയിപ്പിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. എന്തായാലും PK ശശി വരുന്നു എന്ന സൂചനയാണ് UDF ഇപ്പോൾ നൽകുന്നത്. എന്തായാലും CPIM ഇനി ഒരു സമവായ ചർച്ചയ്ക്കില്ല എന്നൊരു നിലപാടിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. 1-ാം തീയതി പിണറായി വിജയൻ പാലക്കാട് എത്തുകയാണ്. അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിലും പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സമായം ഉണ്ടാകുമെന്നാണ് CPIM വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സമായത്തിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് ജില്ലാ നേതൃത്വവും ഇപ്പോൾ നമുക്ക് നൽകുന്ന സൂചന. എന്തായാലും ഒറ്റപ്പാലത്തേക്ക് PK ശശിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ആ സീറ്റ് ഒഴിച്ചിടുന്നതിലൂടെ അവർ പരിഗണിക്കുന്നത്. മറ്റു മണ്ഡലങ്ങൾ, അതായത് DCC പ്രസിഡന്റ് A തങ്കപ്പൻ നെന്മാറ മണ്ഡലത്തിൽ മത്സരിച്ചേക്കുമെന്ന സൂചന ഇതിനകം തന്നെ വരുന്നുണ്ട്. അതായത് 2 മണ്ഡലങ്ങൾ നിങ്ങൾ ലിസ്റ്റ് തരേണ്ട, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ തന്നോളാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത്. എന്നാലും കോങ്ങാട് KA തുളസി, VK ശ്രീകണ്ഠന്റെ ഭാര്യ, കോൺഗ്രസിന്റെ മുൻ നേതാവും പഴയ സ്ഥാനാർത്ഥിയും ഒക്കെയായ KA തുളസി സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.